ഈ കേസിൽ ഗവൺമെൻറ് യാതൊരു തരത്തിലുള്ള മേൽനോട്ടവും വഹിക്കുന്നില്ല. അതുകൊണ്ട് അപ്പീൽ വേണോ അപ്പീൽ വേണ്ടതില്ലേ എന്ന കാര്യത്തിലൊന്നും ഗവൺമെൻറ്റിൻ്റെ മുൻപിലേക്ക് സാധാരണഗതി വരുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് മോണിറ്റർ ചെയ്യുന്നത്. അവരുടെ മുൻപിലേക്കാണ് അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് വരുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, സാധാരണഗതിയിൽ ഹൈക്കോടതിയുടെ ഈ മുൻപിൽ ഓരോ അറസ്റ്റ് നടക്കുമ്പോഴും അത്തരം കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുൻപിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും അറസ്റ്റ് ശരിയല്ല എന്ന് തോന്നിയാൽ സാധാരണഗതിയിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആകുമ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരണം. ഞങ്ങളെ സംബന്ധിച്ച് തന്ത്രി മാത്രമല്ല, ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആരെങ്കിലും കുറ്റവാളിയാണെന്നോ ആരെങ്കിലും കുറ്റവാളി അല്ലെന്നോ ഇതിന് പുറത്ത് ആരെങ്കിലും ഒക്കെ കുറ്റവാളികളാണെന്നോ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അഭിപ്രായമില്ല. ഇത് നിഷ്പക്ഷമായ അന്വേഷണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്നതിൽ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുന്നു. സാധാരണഗതിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഏറ്റവും ശരിയായ ദിശയിലാണ് അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീഴ്ക്കോടതി നേരെ ജാമ്യാപേക്ഷയുടെ പരിധിക്ക് പുറത്തേക്ക് പോയിട്ട് ഒരു കേസിൻ്റെ അവസാന വിധി പോലെ പരാമർശങ്ങൾ നടത്തുക എന്നുള്ളത് പതിവുള്ളതല്ല. സുപ്രീം കോടതിക്ക് നടത്താം. ഇവിടെ വിജിലൻസ് കോടതി സുപ്രീം കോടതിയുടെ രീതിയിലേക്ക് മാറിയോ എന്നൊരു സംശയം ഇത് വായിക്കുമ്പോൾ സാധാരണ നിയമത്തെക്കുറിച്ച് പ്രാഥമിക ധാരണയുള്ള ആളുകൾക്ക് തോന്നിയെന്ന് വരാം. അതേപോലെ തന്നെ നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ജാമ്യം പരിശോധിക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് അദ്ദേഹത്തിൻ്റെ മുൻപിൽ വരുന്ന ആ പ്രതിയുടെ ജാമ്യം സംബന്ധിച്ചും കേസിൻ്റെ പൊതുവായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് വരുമായിരിക്കും. എന്നാൽ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ഡിവിഷൻ ബെഞ്ച് മേൽനോട്ടം വഹിക്കുന്നു. ആ ഡിവിഷൻ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത്. ഇനി ഈ SIT അവരുടെ അന്വേഷണം ശരിയായ ദിശയിലല്ല, ഇന്ന ആളുകൾ മാറണം, ഇതെല്ലാം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് തീരുമാനിക്കാം. അവരാണ് ഓരോരുത്തരുടെ നിയമനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്, അവരുടെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്നയാൾ കുറ്റക്കാരനാണെന്നോ ഇന്നയാൾ കുറ്റക്കാരനല്ലെന്നോ അത് സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു അഭിപ്രായവും പറയേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അത് ഞാൻ പറഞ്ഞു, അതിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു കോടതിയാവണല്ലോ വിധി നോക്കുമ്പോൾ, പ്രത്യേകിച്ചും ജാമ്യാപേക്ഷയിൽ ചിലപ്പോൾ ചില കോടതിയിൽ ചില നിരീക്ഷണമൊക്കെ നടത്തിയെന്ന് വരാം. ഇത് ഹൈക്കോടതി ഏറ്റവും ശരിയായ ദിശയിലാണെന്ന് ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ കോർട്ടിലുള്ള ഒബ്സർവേഷൻ അല്ല, ഓർഡറിനകത്ത് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഓർഡറിൽ പറയുന്ന ഘട്ടത്തിൽ ജാമ്യം കൊടുക്കാതിരിക്കാം. ഇപ്പം നമുക്ക് സ്വാഭാവിക ജാമ്യം വരുന്നു. ഡിവിഷൻ ബെഞ്ച് പറയുന്നത് കുറ്റപത്രം കൊടുക്കുന്നത് കാര്യത്തിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇത് ചെറിയ കേസല്ല, കുറ്റമറ്റ കുറ്റപത്രം സമർപ്പിക്കുന്നതിലാണ് വേണ്ടതെന്നായിട്ടാണ് നമ്മൾ വിധിയിലൂടെ കോടതിയുടെ ഒബ്സർവേഷനിലും കണ്ടത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ ഒരു കോടതിക്ക് തോന്നാം, എന്നാൽ പോലും 90 ദിവസം കഴിഞ്ഞല്ലോ ജാമ്യം കൊടുക്കുക, അങ്ങനെയൊക്കെ കോടതിക്ക് തീരുമാനം